എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു ബാഡ് ന്യൂസ് വന്ന ഒരു സ്റ്റോക്ക്. ആ സ്റ്റോക്ക് വേറെ ഒന്നുമല്ല, വേൾപൂൾ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. വേൾപൂൾ ഏകദേശം 25% ഷെയർസ് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തു രാവിലെ തന്നെ. അതായത് 4% അത് താഴ്ന്നു. അതുകൊണ്ട് ഇവിടെ കാണാൻ നമുക്ക് വ്യക്തമായിട്ട് വേൾപൂൾ 4% താഴ്ന്നു. 25% ഷെയർസാണ് ഓപ്പൺ മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്തത്, പ്രൊമോട്ടേഴ്സ്. അതായത് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് വേൾപൂൾ മൗറീഷ്യസ് ആണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്. 75% അവരിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നാണ് അവർ 24% ഷെയർസ് സെല്ല് ചെയ്തിട്ട് ബ്ലോക്ക് ഡീൽ. അതായത് 1230 വെച്ചിട്ട്, ഒരു ഷെയറിന് 1230 വെച്ചിട്ട് ആണ് അവർ സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബാഡ് ന്യൂസാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഷെയറിൻ്റെ വാല്യൂ നാരോ റേഞ്ചിലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ താഴാനോ സാധ്യതയുണ്ട്. അപ്പോൾ വേൾപൂൾ കയ്യിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രൊമോട്ടർ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ 75% ഹോൾഡിങ്സ് പ്രൊമോട്ടേഴ്സിൻ്റെ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ സെല്ലിംഗ് കോഡ് കഴിയുമ്പോൾ അത് ഏകദേശം 50% ആയിട്ട് ചുരുങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് ചാർട്ട് പറയുന്നത്? നമ്മളിപ്പോൾ കാണുന്നത് വേൾപൂളിൻ്റെ ഒരു വീക്കിലി ചാർട്ടാണ്. ഇതൊരു വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കിയാലാണ് ഇതിന് താഴേക്ക് ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഡേഞ്ചർ സോണാണ്. ഇപ്പം നിൽക്കുന്ന ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ കണ്ട ഈ ക്യാൻഡിലിൻ്റെ അകത്താണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര നാളായിട്ട് കണ്ട ഈ ക്യാൻഡിലിൻ്റെ അകത്താണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഈ ക്യാൻഡിലിൻ്റെ താഴേക്ക് ഇത് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ, അതായത് ഏകദേശം 1300 താഴെ ഇത് ക്ലോസിങ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു വീക്കിലി ബേസ് വെച്ച് നോക്കുമ്പോൾ അത് വീണ്ടും നല്ല രീതിയിലൊരു താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു സപ്പോർട്ട് സോണാണ്. ഇതിൻ്റെ ഈ ക്യാൻഡിൽ ഈ 1300 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫാൾ ചെയ്യും. നമുക്കിവിടെ ഒന്ന് വരച്ച് നോക്കാം. ഇതിൻ്റെ സപ്പോർട്ട് സോൺ 1300 നമ്മൾ ഒരു വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതൊരു സപ്പോർട്ട് അടുത്താണ് കയറുക. അപ്പോൾ ഈ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ ഒരു ബാഡ് ന്യൂസും കൂടി വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നതുകൊണ്ടും അപ്പോൾ ഈ 1300 ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിലൊരു ഫാള് ഇവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫാള് അവിടെ സംഭവിച്ചാൽ നമുക്ക് ചാർട്ട് ഒന്ന് ചെറുതാക്കി കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഫാൾ അവിടെ സംഭവിച്ചാലും നമുക്കിവിടെ ഒരു 52 വീക്കിലോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 52 വീക്കിൻ്റെ ലോ, പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആണ് ഇത് ഈ കാണുന്നത്, ഒരു വലിയ റെഡ് ക്യാൻഡിൽ. ആ ക്യാൻഡിൽ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് സടപടാ താഴേക്കായിരിക്കും വരാം. അപ്പോൾ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ചാർട്ട് വെച്ച് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബാഡ് ന്യൂസ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ ഇടുന്ന വെച്ചാൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അതായത് ഏകദേശം 1450 ഒരു ക്ലോസിങ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ട്രേഡ് ചെയ്തിട്ട് കൺസോളിഡേഷൻ വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധ, കൺസോളിഡേഷൻ വന്നതിന് ശേഷം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ രീതിയിലൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ പോസിബിലിറ്റി വളരെ ചാൻസ് കുറവാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചു കൂടായില്ല. കാരണം ഇത് ഷെയർ മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂബിൾ ആയിരിക്കില്ല ഇത്. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ വ്യൂ. അപ്പോൾ ഇതാണ് നമ്മളൊരു വീക്കിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കണ്ടീഷൻസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് മന്ത്ലി ക്യാൻഡിലിൻ്റെ കണ്ടീഷൻ ഒന്ന് പോയി നോക്കാം. നമുക്കിനി ഇതിൻ്റെ ഒരു മന്ത്ലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ, മന്ത്ലി വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിന് പറ്റിയൊരു സ്റ്റോക്ക് ഇപ്പോൾ ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാലാകാലത്ത് വരും വളരെ നാളുകൾക്ക് ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്റ്റോക്കായിട്ട് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ നിൽക്കുന്നത് ഒരു മേജർ സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സപ്പോർട്ട് സോണിൽ നിന്നാലും ഇങ്ങനത്തെ ഒരു ബാഡ് ന്യൂസ്, അതായത് പ്രൊമോട്ടേഴ്സ് അത് സെല്ല് ചെയ്തു എന്നൊരു ബാഡ് ന്യൂസ് വരുമ്പോൾ വരും ആഴ്ചകളിൽ ഏകദേശം 1250 താഴെ അത് ക്ലോസിങ് നടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു നല്ലൊരു ഫാള് താഴേക്ക് കാണാനാകും. മന്ത്ലി ക്യാൻഡിൽ നോക്കും.
വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു ഫാള് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്ലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഇപ്പം നിൽക്കുന്ന ഒരു സോൺ നല്ല സപ്പോർട്ട്സാണ്. കാരണം ഇവിടെ വളരെ കണ്ട ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വളരെ ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസ് ഇവിടെ ടച്ച് ചെയ്തു. പിന്നെ ഇവിടെ ടച്ച് ചെയ്ത് താഴ്ന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും മന്ത്ലി ക്യാൻഡിലാണിത്. 3 ക്യാൻഡിൽ ഇവിടെ ഇത് ടച്ച് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇതിന് താഴെ ഏകദേശം 1250 താഴെ മന്ത്ലി ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ പിന്നെ നേരെ ഫാളായിരിക്കും അടിയിലേക്ക് വരാം. അപ്പോൾ എത്ര പേര് വരുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഒരു 1000 ഒരു 800 റേഞ്ചിലേക്ക് ഇത് താഴാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ആസ് പെർ ദ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. ചാർട്ട് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ന്യൂസും കൂടി വന്നതുകൊണ്ട് അവിടേക്ക് വരാനുള്ള വളരെ പോസിബിലിറ്റി ആണ് കാണുന്നത്. അപ്പോൾ വീക്കിലി ക്യാൻഡിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഒരു 1450 മുകളിൽ ഒരു ക്ലോസിങ് വീക്കിലി ക്യാൻഡിൽ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്കിതിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. അപ്പോൾ പരമാവധി ഇൻവെസ്റ്റേഴ്സ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക. കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഈ 1250 താഴെ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ അത് വിറ്റുമാറുക. കാരണം അത് നല്ലൊരു സപ്പോർട്ട് പോയിന്റ് അവിടെ ബ്രേക്ക് ആവുക. അപ്പോൾ 1250 താഴെ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ മേജർ സപ്പോർട്ടല്ലേ ഇപ്പോൾ എത്ര പ്രാവശ്യം ടച്ച് ചെയ്ത് കണ്ട ഇവിടെയൊക്കെ നമുക്ക് ടച്ച് കണ്ട ഇവിടെ 4 ക്യാൻഡിൽ. അപ്പോൾ 4 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 4 മാസം ഇത് ഇവിടെ ഒരു ക്യാൻഡിൽ ഇവിടെയും ടച്ച് ചെയ്തു. അപ്പോൾ ആ മേജർ സപ്പോർട്ട് ബ്രേക്ക് ആവും 1250 താഴെ ആണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ 1250 പോയിന്റ് എന്ന് ഉള്ള ആ റേറ്റ് നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. അത് താഴെ മന്ത്ലി ക്യാൻഡിലാണ് പറയുന്നത്, മന്ത്ലി ക്ലോസിംഗ് ആണ് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യണം. വീക്കിലി ഇടങ്കിൽ 1300 നമ്മൾ ഈ പറഞ്ഞ പോലെ 1300 താഴെ ഇടങ്കിൽ മേ ബി ഇവിടെ ഒരു കൺസോളിഡേഷൻ ഒക്കെ നടന്നിട്ട് ചിലപ്പോൾ ഒരു നാരോ റേഞ്ചിൽ പോകാൻ സാധ്യതയുണ്ട്. വീക്കിലി നമ്മൾ നോക്കുമ്പോൾ 1300 താഴെ ക്ലോസ് ഉണ്ടെങ്കിൽ. പക്ഷേ മന്ത്ലി നമ്മൾ പറഞ്ഞല്ലോ 1250 താഴെ. മുകളിലേക്കുള്ള റേഞ്ച് ഉണ്ടെങ്കിൽ 1400 ഒരു 50 റേഞ്ചിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ നമുക്കൊരു ചെറിയൊരു അപ്സൈഡ് ട്രേഡിങ്ങിലേക്ക് നമുക്ക് പരിഗണിക്കാം. ഒരു സിംഗ് ഒക്കെ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഒരു ലോങ് ടൈം വ്യൂവിലേക്ക് നമ്മളിത് ഈ ഇത്രയും ന്യൂസ് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്ത ന്യൂസും ഉണ്ട്. പിന്നെ ചാർട്ട് അത്ര നല്ല ചാർട്ടും അല്ല. അപ്പോൾ ലോങ് ടൈം വ്യൂവിലേക്ക് അത്ര നല്ല ഇതായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയർ അല്ലത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ന്യൂസ് കണ്ടപ്പോൾ ഒരു ചാർട്ടും വെച്ചിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഈ ഷെയർ ഉള്ളവർ ശ്രദ്ധിച്ചിരിക്കുക. അല്ലാത്തവർ ഇതിൽ നിന്ന് വിട്ടുമാറുക, മേടിക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ 1450 മുകളിൽ ഒരു വീക്കിലി ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് ബേസിൽ, ഒരു സിംഗിൾ ട്രേഡിംഗ് ബേസിൽ നമുക്കൊന്ന് മേടിക്കാവുന്നതാണ്. മേടിക്കേണ്ട ആ പൊസിഷനൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ ഇത്രയുമാണ് വേൾപൂളിനെ കുറിച്ച് പറയാനുള്ളത്. പ്ലസ് ആ ന്യൂസ് വന്നതിന് ആ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.